ഹായ് ബേബീസ്. അപ്പോൾ സമയം 4 മണിയായി. 4 മണിക്ക് ഇത്രയും നേരത്തെ കുളിച്ച് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യ പ്ലേസായ കൊട്ടിയൂരിലേക്കാണ്, കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൊട്ടിയൂരിലെ കിഴക്കേ നട വഴിയാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അപ്പോൾ അവിടെ ഒരു പുഴപ്പാലം ഉണ്ടായിരുന്നു. ആ പുഴപ്പാലം വഴി കയറി നേരെ ഇറങ്ങിയത് പുഴയിലേക്കാണ്. പുഴയിലിറങ്ങി ഞങ്ങൾ ഇവിടുന്ന് കുളിച്ച് പോയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വെള്ളം തളിക്കുകയാണ് ചെയ്തത്. തലയിലും കാലൊക്കെ കഴുകി തെളിക്കുകയാണ് ചെയ്തത്. പക്ഷേ നക്ഷത്രം മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിയത്. പിന്നെ രണ്ട് കല്ലുകൾ വരച്ച ചന്ദനം കിട്ടുന്നുള്ളൊരു വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും അത് വരച്ചപ്പോൾ ചന്ദനം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഞങ്ങൾ കുറെയെല്ലാം തൊട്ട് നേരെ കയറിയത് അമ്പലത്തിലേക്കാണ്. ശരിക്കൊരു ചന്ദനത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നേരെ കയറിയത് അമ്പലത്തിലേക്ക് കയറി. അമ്പലത്തിൽ കയറിയിട്ട് പ്രതിഷ്ഠ കണ്ടു. പിന്നെ അതേപോലെ യാഗസ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളത്തിൽ കൂടെ നടന്ന് പോയി ദൈവത്തെ തൊഴുതി വന്നു. എന്താ പറയുക, ഒരു നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ അവിടുത്തെ ആൾക്കാർ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ പോയത് പ്രസാദം വാങ്ങാനും. പ്രസാദം വാങ്ങാൻ നെയ്യും പായസവും അപ്പമാണ് ഉണ്ടായിരുന്നത്. അത് വാങ്ങിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് തൊഴുതി. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, തൊഴുതി. പിന്നെ അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ തൊഴുതി. ഒരു പാദസരം എല്ലാം വാങ്ങി, പിന്നെ ഓടപ്പൂ എല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. ബായ്.